ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് കുടുംബസമേതം എങ്ങടെ പോകുന്നതെന്നറിയോ? നമ്മുടെ ഇവിടെ അന്തിമുളങ്കാവ് വേല ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. അന്ന് വന്നതാണ് നമ്മുടെ ചേലക്കര സെൻറ്ററിൽ ഇതാ ഈ യന്ത്രൂഞ്ഞാലും എക്സിബിഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പോൾ സൺഡേയുടെ ഉള്ളിൽ ഇത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതാണ് വെറുതെ. നമ്മുടെ നാട്ടിലൊരു സംഭവം വന്നിട്ടും അതും കുട്ടികൾക്ക് പറ്റിയ സംഭവങ്ങളാവുമ്പോൾ അത് പോയി കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ? ഇപ്പോൾ മക്കൾക്കും ഒരു എൻജോയ്മെൻറ്റ്, നമുക്കും ഒരു എൻജോയ്മെൻറ്റ്. ഇതാ ഈ കാണുന്ന സംഭവത്തിൽ ഞാനും പാത്തൂസും അമ്മും എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിയിട്ടോ. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഇതിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. ഭയങ്കര ഉയരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം നിലത്ത് വീഴുന്ന് പേടിച്ചിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പാത്തോസിനും ഭയങ്കര ധൈര്യമായിരുന്നു. പറഞ്ഞു കേട്ടിടത്തോളം അത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളുടെ പൊന്നുമിന്നൂന് ഇതിൽ കയറ്റിയില്ല, കാരണം അവരിതിൽ നിന്നെങ്ങാനും കൈവിട്ട് നിലത്ത് പോയാലോ പേടിച്ചിട്ട്. പിന്നെ അവരിനതാ ഇതിൽ കയറ്റി. ഇതിലെല്ലാ കുട്ടീസിനും കയറ്റിയിട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഒന്നും ഉള്ളിൽ പെടാത്ത മാതിരി ഒരാൾ ഇതാ ഫോണിലും തോണ്ടിയിരിക്കുന്ന കണ്ടില്ലേ. ഒരു കറക്കം കറങ്ങി വന്നപ്പോഴേക്കും ദാ ഈ കാണുന്ന മുതലിനെ അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ, കരഞ്ഞിട്ട്. പിന്നെ അവർ തുടങ്ങി, അവരിങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ മിന്നിമാഞ്ഞ് പോകുമ്പോൾ നല്ല രസമായിരുന്നു അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ. ഞങ്ങൾ ഫാമിലിയും കസിൻസും അവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും മാറി മാറി ഓരോ യന്ത്രങ്ങളിൽ കയറി കളിക്കുക. ഭയഭന്യഭേദമില്ലാതെ എല്ലാവരും കുട്ടികളായി മാറി. ഉമ്മയും കുഞ്ഞുമ്മയും എല്ലാവരും കയറിയിരുന്നു. ഇതാ പോണ കണ്ടില്ലേ. നേരത്തെ കറങ്ങി കളിച്ചിരുന്ന നമ്മുടെ കുട്ടീസ് ടീംസ് ഇതാ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ഇത്രയും ഹാപ്പിയാണെന്ന് അവരുടെ ഫേസ് കണ്ടാൽ അറിയാലോ നമുക്ക്. പിന്നെ നോമ്പിൻ്റെ കണവൻ്റെയും കുറച്ച് വീഡിയോ പോസിങ്. ചേലക്കരയ്ക്ക് എന്തോ ആവശ്യത്തിന് പോയിക്കൊണ്ടിരുന്ന സുലൈമാനക്കും സീനത്താത്തയും ഞങ്ങളെ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തി പരാതി പറച്ചിലായി. മിണ്ടാണ്ട് പോയില്ലേ പറഞ്ഞിട്ട് വെറുതെ പറയണതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ. ഇന്നേ വരെ പല സംഭവങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. തല ചുറ്റുമോ നിലത്ത് വീഴുമോ എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ട്. അങ്ങനെ ആ പേടി മാറ്റാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് ഞങ്ങൾ കയറിയെങ്കിലും സ്റ്റാർട്ടിങ്ങിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സ്പീഡ് പോകും തോറും ചെരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പിന്നെ ഞങ്ങൾ അലറാൻ തുടങ്ങി. എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ കിടന്ന് കിടക്കട പറഞ്ഞ് വരയ്ക്കുന്നത്. എൻ്റെ ഇറങ്ങുമ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം. കയറിയവരും കിളി പോയ അവസ്ഥയിലാണ് വരുന്നത്. എൻ്റെ മക്കൾ 3 ആളുണ്ടായിരുന്നു അതിൽ. അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ മതിയാക്കി, കാരണം അത്യാവശ്യം പൈസ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാലും നമ്മുടെ മക്കൾ ഹാപ്പിയാണ് കേട്ടോ. എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.